അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഇത് ശ്രീ ഔസേപ്പച്ചൻ പുതുമന. ദൈവസ്നേഹ തീക്ഷ്ണതയാൽ നിറഞ്ഞ് സുവിശേഷ പ്രഘോഷണവും പരസ്നേഹ പ്രവർത്തനങ്ങളും ജീവിതചര്യയാക്കി മാറ്റിയ ഒരു ക്രിസ്തു ശിഷ്യൻ. യൗവനത്തിലെ ജീവിത വ്യഗ്രതയും ധനമോഹവും അദ്ദേഹത്തെ നയിച്ചത് മദ്യവ്യവസായം എന്ന മഹാവിപത്തിലേക്കായിരുന്നു. ഒരു വശത്ത് ധനവും പ്രശസ്തിയും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിലെ ചില തകർച്ചകൾ അദ്ദേഹത്തെ ദൈവത്തിലേക്കടുപ്പിച്ചു. പിന്നീടങ്ങോട്ട് ദൈവം കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ ഉറച്ച കാൽവയ്പ്പുകളോടെ അദ്ദേഹം നടന്നു തുടങ്ങി. ആ യാത്രയുടെ അനുഭവങ്ങൾ, തൻ്റെ പഴയ ഓർമ്മകൾ എല്ലാം അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. കാണുക, ഒരു കൽഭരണിയുടെ ആത്മകഥ, ഒരു മദ്യവ്യവസായിയുടെ മാനസാന്തര കഥ. എൻ്റെ സഹോദരങ്ങളാകട്ടെ പഠിച്ചു മിടുക്കരായവർ വളരെയധികം ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും നല്ല ജീവിത രീതിയിലേക്കും കടന്നു വന്നു. ആ കാലത്ത് എനിക്ക് അവരോടൊക്കെ ചെറിയ അസൂയ തോന്നി തുടങ്ങി. കാരണം പഠിക്കേണ്ട കാലത്ത് പഠിച്ചുമില്ല, പഠിച്ച് മിടുക്കരായവരോട് അസൂയ തോന്നുക എന്നുള്ള ഒരു പ്രതിഭാസമായിരുന്നത്. അങ്ങനെ മദ്യവ്യവസായമായിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് എനിക്കത് തോന്നി. ചാരായ ഷാപ്പ് ബിസിനസ് മാത്രം പോരാ, വിദേശ മദ്യം കൂടെ വിൽക്കണം, അതിന് ബാർ ഹോട്ടൽ തുടങ്ങണം. ബാറിൻ്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ ചില കുറുക്കുവഴികൾ തേടിയാണ് ഞാൻ ആ ലൈസൻസ് നേടിയെടുത്തത്. ഞാൻ പറഞ്ഞു, പിതാവേ, ഹോട്ടൽ ലോഡ്ജ് നടത്തിയാൽ മാത്രം മതിയാവില്ല, ഞാൻ വലിയ പണം ലോൺ എടുത്താണ് നടത്തുന്നത്, അതുകൊണ്ട് ബാർ വ്യവസായം, മദ്യവ്യവസായം നടത്താൻ എനിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവ് കണ്ണുകളടച്ച് ഒരു 2 മിനിറ്റ് കണ്ണുകളടച്ച് ആലോചിച്ചു. അല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെന്നൊരു ദൂർത്തപുത്രനാണ്, അവൻ പന്നിയെ മേയ്ക്കാൻ കാസർഗോഡ് പോയിരിക്കുക, അവൻ പന്നിക്കൂടിലാണ് കിടക്കുന്നത്, അവൻ ബാർ ഹോട്ടൽ നടത്തുക, മദ്യവ്യവസായം നടത്തുക, എത്രയായിരം മനുഷ്യയാണ് മദ്യം കൊടുത്ത് നശിപ്പിക്കുന്നത്. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മച്ചി ആഹ്വാനം ചെയ്തു. അവരൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഞാൻ കേൾക്കുന്ന ക്ലാസ് ദൈവം സ്നേഹമാണ് എന്നതായിരുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ
ഞാൻ ദൈവത്തെ അറിയാതെ, വചനമറിയാതെ പാപത്തിലും മദ്യത്തിലും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന ചില ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നു. രാവിലെ 5 മണി സമയത്ത് ചാപ്പലിൽ പോയി ക്രൂസിനെ ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. കുരിശ് കടന്നുകൊണ്ട് യേശു നിന്നോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, അച്ഛാ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഈശോ തമ്പുരാൻ എന്നോട് പറഞ്ഞ് ഞാൻ ബാർ ഹോളിൽ അടച്ചിരിക്കുക. ഞാൻ ധ്യാനിക്കാൻ പോയത് ഈ ലോകത്തിൻ്റെ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അവിടെ ചെന്ന് ധ്യാനം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധത പ്രവർത്തിക്കാൻ തുടങ്ങി. 1, 2, 3, 4 ദിവസമായപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, 1990 മാർച്ച് 30 കാസർഗോഡ് ടൗണിലെ ഏക ബാറായ കാവേരി ബാറ് യേശു നാമത്തിൽ അടച്ചുപൂട്ടി. കഴിഞ്ഞ് 25 വർഷമായിട്ട് ബാർ അടഞ്ഞടക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിനുള്ള സ്നേഹത്തെ പ്രതി, സ്വർഗത്തെ പ്രതി ആദ്യമായി ബാറടയ്ക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പ്രിയപ്പെട്ട ദൈവജനമേ, 1990 വർഷങ്ങളിലാണ് ഞാൻ ആദ്യമായി സുവിശേഷ വേല ആരംഭിക്കുന്നത്. ഫാദർ ജെയിംസ് മഞ്ഞാക്കിളച്ചൻ അന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞിരുന്നു ധ്യാനവേളയിൽ, സുവിശേഷ പ്രഘോഷണത്തിലുള്ള വരം എനിക്കുണ്ട് എന്ന്. ആദ്യമൊന്നും എനിക്കത് ബോധ്യപ്പെട്ടില്ല. എങ്കിലും 1990 മുതൽ ഫാദർ ജെയിംസ് മഞ്ഞാക്കിളച്ചൻ്റെ കൂടെ ജീവിത അനുഭവ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ തുടങ്ങി. ബോംബെയിലും ആലപ്പുഴയിലും മറ്റ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അച്ഛനെന്നെ സുവിശേഷ വേലയിൽ സാക്ഷ്യം പറയാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ആ സാക്ഷ്യങ്ങളെല്ലാം എനിക്കും കേൾക്കുന്നവർക്കും വലിയൊരു അനുഭവമായി എന്ന് അവർ പറയുന്നതും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 5 വർഷത്തോളം ഞാൻ സാക്ഷ്യം പറയാനായിരുന്നു എൻ്റെ ആദ്യകാലം ഉപയോഗിച്ചത്. പ്രിയപ്പെട്ട ദൈവം എൻ്റെ ജീവിതം നൽകിയ വലിയ വിടുതൽ, മദ്യപാനത്തിൽ നിന്നും മദ്യവ്യവസായത്തിൽ നിന്നും പാപജീവിതത്തിൽ നിന്നും മാറി നിൽക്കുവാനും ആ വലിയ വിടുതൽ മറ്റുള്ളവരോട് പറയുവാനും തുടങ്ങിയപ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവാനുഭവമായി മാറി എന്നവർ സാക്ഷ്യപ്പെടുത്തി. വീണ്ടും ഞാൻ ഓർക്കുകയാണ്, 1991 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട കോതമംഗലം രൂപതയിലുള്ള വൈദികർക്ക് വേണ്ടി, പിതാവടക്കം 501 വൈദികർക്ക് വേണ്ടി ഒരു ധ്യാനം പനക്കിളച്ചൻ നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട പനക്കിളച്ചനോടും വല്ലൂരാനച്ചനോടും നായക്കാമലച്ചനോടും ചേർന്നുകൊണ്ട് അവിടെയും എൻ്റെ 1 മണിക്കൂർ ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവെക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതും ഒരു വലിയ അനുഭവമായി എന്ന് പല വൈദികരും പറയാൻ കാരണമായി. കാരണം ബാറുകളുടെ മുന്നിലും ചാരാഷാപ്പിൻ്റെ മുന്നിലും സമരം നടത്തിയിട്ടുള്ള നിരവധി വൈദികർ അവരത്ഭുതത്തോടെ കേൾക്കുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ ഇത്രമാത്രം ശക്തിയുണ്ടോ, വചനം കേട്ട് ധ്യാനം കൂടി മനുഷ്യൻ ബാറടയ്ക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ആ വൈദ്യർക്കെല്ലാം ഒരു വലിയ പ്രചോദനമായി എന്ന കാലത്ത് പറഞ്ഞാൽ ഓർക്കുകയാണ്. വീണ്ടും ഷാലോൺ ടീമിനോടൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ സാക്ഷ്യം പറയാൻ ഞാൻ പോയത് ആദ്യകാലം ഓർക്കുകയാണ്. അട്ടപ്പാടിയിലും അതുപോലെ ഷാലോം സംഘടിപ്പിച്ച വിവിധ ധ്യാനങ്ങളിൽ ആദ്യകാലത്ത് ഞാൻ പോകുമായിരുന്നു. വീണ്ടും ഞാൻ ഓർക്കുകയാണ്, വാരാന്ത്യ ധ്യാനം കോഴിക്കോട് ഷാലോം നയിച്ചപ്പോൾ 3 വർഷക്കാലം ഷാലോൺ ടീമിനോടൊപ്പം എല്ലാ മാസവും വചനം പറയാൻ ഞാൻ കോഴിക്കോട് വരുമായിരുന്നു. വിവിധ ധ്യാന കേന്ദ്രങ്ങളിലും ഷാലോം ഫെസ്റ്റിലും ഈശോയുടെ വചനം അതിശക്തമായി പറയാനുള്ള അഭിഷേകവും കൃപയും ദൈവം എനിക്ക് നൽകി. അതിനുശേഷമാണ് 94 മുതൽ സ്ഥിരമായിട്ട് 10 വർഷം ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മലയാളം സ്റ്റേജിലും മറ്റ് ഇംഗ്ലീഷ് സ്റ്റേജിലും കന്നഡ സ്റ്റേജിലും ഒക്കെ ദൈവത്തിൻ്റെ സുവിശേഷം പറയാൻ തയ്യാറായി. 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില പ്രത്യേക ബോധ്യങ്ങൾ തന്നു. നീ സാക്ഷ്യം പറയുന്നതോടുകൂടി തന്നെ നീ എന്തിനു വേണ്ടി ബാറടച്ചു, എന്താണ് ഇത്രയും വരുമാനമുള്ള 100-150 കോടി രൂപ വരുമാനം വേണ്ടെന്ന് നോക്കാൻ നിന്നെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നറിഞ്ഞപ്പോൾ അത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ തന്നെ. ഒരു മൃഗതുല്യമായി ചത്തുടങ്ങി തീരേണ്ടതല്ല മനുഷ്യ ജീവിതം. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും മരിച്ച് നരകത്തിൽ പോകാതിരിക്കാനാണ് ദൈവം തൻ്റെ മകനെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നും യേശു മരിച്ചെന്നൊരു പ്രത്യാശ വന്ന് ലഭിച്ചപ്പോൾ ഈ പ്രത്യാശ ലഭിക്കാതെ മദ്യപാനത്തിലും തെറ്റായ ബന്ധങ്ങളിലും ബാർ വ്യവസായത്തിലും പ്ലേഡ് കമ്പനിയിലും കരിഞ്ചിലും നടക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഈ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം, നിത്യജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള വലിയൊരു ആത്മപ്രചോദനം എൻ്റെ മനസ്സിലുണ്ടായി. ബൈബിളിൽ എന്നെ ഏറ്റവും സ്പർശിച്ചൊരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:44, നിധി ഇരിക്കുന്ന വയൽ. വീണ്ടും 45 പറയുകയാണ് വില കൂടി രത്നം. പ്രിയപ്പെട്ടവരെ, യേശു വില കൂടി രത്നമാണ്, വില കൂടി രത്നമാണ്. ഈ ഒരു വലിയ തിരിച്ചറിവ് നമ്മൾക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വില കുറഞ്ഞ സന്തോഷങ്ങൾ, വില കുറഞ്ഞ വരുമാനങ്ങൾ, വില കുറഞ്ഞ സംസാരങ്ങൾ, പെരുമാറ്റങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിലയുള്ളവനെ സ്വന്തമാക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം കൂടി വല്ല 50-100 വർഷമേ ഉള്ളൂ. അതിനപ്പുറത്തെ ജീവിതം സ്വർഗത്തിലുണ്ടോ എന്നുള്ള പ്രത്യാശ ജീവിത സാക്ഷ്യത്തിലൂടെയും പഠനപ്രഘോഷങ്ങളിലൂടെയും ധാരാളം മക്കളിലേക്ക് പകരാൻ സാധിച്ചപ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ കുടുംബസമാധാനമുണ്ടായി. ഭാര്യ ഭർത്താക്കന്മാർ രമ്യതപ്പെട്ടു. ഒരുപാട് പേര് ബാർ അടച്ചതായിട്ട് അറിഞ്ഞു. ഒരുപാട് കൈക്കൂലിക്കാർ കൈക്കൂലി നിർത്തിയായിട്ട് അറിഞ്ഞു.
സ്ഥിരം മദ്യപാനം നിർത്തിയായിട്ട് അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരുപാട് മഹത്വം ഉണ്ടായി. അങ്ങനെയുള്ള എൻ്റെ ആ സുവിശേഷ വേലയിൽ വീണ്ടും ഞാൻ ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായലച്ചനോടൊപ്പം അട്ടപ്പാടി ടീമിൽ 15ഓളം സ്ഥലങ്ങളിൽ വലിയ ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ അച്ഛൻ എനിക്ക് അവസരം നൽകി. അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു. ഈ കഴിഞ്ഞ മാസം അമേരിക്കയിൽ ന്യൂ ജേഴ്സിയിൽ അച്ഛനോടൊപ്പം വീണ്ടും അവിടെയും പ്രഘോഷിക്കാൻ അവസരം ലഭിച്ചു. കൂടാതെ ബഹുമാനപ്പെട്ട നായ്ക്കമ്പർമ്മച്ചനോടൊപ്പം, പനക്കലച്ചനോടൊപ്പം, വല്ലൂരച്ചനോടൊപ്പം, അതുപോലെ വിവിധങ്ങളായ ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷൻ സെൻ്ററുകളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അതിശക്തമായി പറയാനുള്ള അവസരവും ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ഈ അനുഭവങ്ങളിലൂടെ, ഈ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗരാജ്യത്തിൻ്റെ ഒരു വലിയ രഹസ്യം ഈ ഭാരത ജനതയ്ക്ക്, കേരള ജനതയ്ക്ക് പകരുവാൻ ഈ പാപിയെ എന്നെ ഉപയോഗിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ദൈവത്തിന് ഏറ്റവും മഹത്വം കൊടുക്കാൻ പറ്റിയൊരു നിമിഷമാണ്. ഞാൻ ഫാദർ ജോൺസൺ വെട്ടിക്കുഴിയിൽ CMI വാഴക്കുളം കർമ്മല ആശ്രമത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ. വിശുദ്ധ ചാവറപിതാവിനാൽ സ്ഥാപിതമായ വാഴക്കുളം കർമ്മല ആശ്രമത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാർമൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രധാന ശുശ്രൂഷകളിലൊരാളാണ് ബ്രദർ ഔസേപ്പച്ചൻ പുതുമന. താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ തൻ്റെ ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിരിക്കുകയാണ്. കർത്താവിനെ മുഴുവൻ സമയം പ്രഘോഷിച്ച് തൻ്റെ ഈ ഭൂമിയിലെ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി താൻ തുടർന്നു വന്ന വ്യവസായം അത് ദൈവഹിതത്തിന് അനുയോജ്യമല്ല എന്ന് കരുതി അത് നിർത്തലാക്കുകയും അതിൻ്റെ പേരിൽ നഷ്ടപ്പെടലുകൾ ധാരാളം ജീവിതത്തിലുണ്ടായപ്പോൾ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് മുഴുവൻ സമയ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ജീവിതത്തെ അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ സജീവ ശുശ്രൂഷകനായിട്ട് അദ്ദേഹം വർഷങ്ങളായി ശുശ്രൂഷ നടത്തുകയാണ്. വാഴക്കുളം ബൈബിൾ കൺവെൻഷനും അതോടൊപ്പം തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ശുശ്രൂഷകളിലും അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ താൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന വ്യവസായം അത് സമൂഹത്തിന് തിന്മ നൽകും എന്ന മുന്നറിയിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു അറിയിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറ്റം ജീവിതത്തിനും സമൂഹത്തിനുമൊക്കെ വരുത്തുവാൻ അനേകം പേരെ അദ്ദേഹം ഉത്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. വളരെ പ്രത്യേകമായിട്ട് മദ്യവ്യവസായവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമവും ശ്രദ്ധയും താല്പര്യവുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ തൻ്റെ മുഴുവൻ സമയ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, പ്രാർത്ഥനാ രൂപയിലേക്ക് മറ്റുള്ളവരെ നയിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭാവുകങ്ങൾ നേരുന്നതോടൊപ്പം ഈ ആശ്രമ ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം എന്നും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് തൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ നിറവ് സ്വന്തമാക്കുന്ന അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രഘോഷണം ഏറെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ നല്ല ദൗത്യം അനേകർക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇതുവഴിയായിട്ട് സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ ഉറച്ച തീരുമാനം മറ്റുള്ളവർക്ക് കൂടി, പ്രത്യേകിച്ച് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒത്തിരിയേറെ തിരിച്ചറിവിൻ്റെ പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ പേര് ത്രേസ്യാക്കുട്ടി മാത്യു. ഞാൻ റിട്ടയേർഡ് അധ്യാപികയാണ്. ഞാൻ ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ ഏറ്റവും അടുത്ത അയൽപ്പക്കമാണ്. ഞാനും സാലിയും നല്ല കൂട്ടുകാരാണ്. ഞങ്ങൾ രാവിലെ ഒരുമിച്ച് എന്നും പള്ളിയിൽ പോകും, തിരിച്ചു വരും. ഔസേപ്പച്ചൻ ബ്രദർ ഒരു കാർമൽ കൂട്ടായ്മയുടെ വചന സന്ദേശത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് ബൈബിൾ പരിചയപ്പെടുത്തി. അത് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം
എല്ലാ സംഭവങ്ങളെല്ലാം പടത്തോടു കൂടി അതിൽ കൊടുത്തിരിക്കുകയാണ്. പിള്ളേർക്ക് രസിക്കുന്ന രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ബൈബിള് പിള്ളേർക്ക് പ്രയോജനപ്പെടുമെന്ന് ബ്രദർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബ്രദറിനോട് 4 ബൈബിള് മേടിച്ച് എൻ്റെ പേരക്കുട്ടികൾക്ക് അത് വായിക്കാനായിട്ട് കൊടുത്തു. അവരത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരക്കുട്ടികൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവർക്ക് ഇത് ഒത്തിരി ഉപകാരപ്രദമാണെന്നാണ് പറഞ്ഞത്. അവർ വായിച്ച് അത് ഓരോ ദിവസവും അതിൻ്റേതായ മാറ്റം അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരും ഇതുപോലുള്ള ഈ ബൈബിൾ മേടിച്ച് കുട്ടികൾക്ക് ഒരു പ്രചോദനമായിട്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷകൻ്റെ ജീവിതത്തിലെ ആ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വാഴക്കുളത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു കാർമൽ കൂട്ടായ്മ ഉള്ളതായിട്ട് ഞാൻ സന്തോഷത്തോടെ അറിഞ്ഞു. ഞാൻ ആ കാർമൽ കൂട്ടായ്മയിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് നിരന്തരം പങ്കെടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവരുടെ പ്രാർത്ഥന സഹായം സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ, കാർമൽ കൂട്ടായ്മ വഴി ഈ ദേശത്തിന് ഒരുപാട് മാറ്റങ്ങളും മാനസാന്തരങ്ങളും സംഭവിച്ചിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു ബൈബിൾ കൺവെൻഷൻ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി ദേശത്തുള്ള ജനങ്ങളെല്ലാം യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. എൻ്റെ അടുത്തുള്ള ഈ ടീച്ചർ എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ തിങ്കളാഴ്ച വൈകുന്നേരത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളാണ്. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം വലിയ പ്രചോദനമായി കൂട്ടായ്മയിലാണ് ഞാൻ ഒരു നാൾ ഈ കുട്ടികളുടെ ബൈബിൾ പരിചയപ്പെടുത്തിയത്. ഇത് പരിചയപ്പെടുത്തുന്ന കാരണമുണ്ട്. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെ എൻ്റെ മകളുണ്ട്, മകളുടെ കൊച്ചുമകൾ 7 വയസ്സുള്ള അന്നമോൾ. അവൾക്ക് ഞാൻ ഒരു ചെറിയ ബൈബിൾ അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ കണ്ട ബൈബിൾ വായിക്കാൻ കൊടുത്തു. ഈ മോൾ ഇത് പൂർണ്ണമായിട്ട് വായിക്കാൻ തുടങ്ങിയില്ല ആദ്യം. അപ്പോൾ ഞങ്ങൾ 1-2 അധ്യായം ഇവളെ കൊണ്ട് വായിപ്പിച്ചു. നമസ്കാരം കഴിഞ്ഞിട്ട് എണീപ്പിച്ച് നിർത്തി അവൾ പരസ്യമായിട്ട് ഈ ബൈബിളിലെ ഓരോ അധ്യായം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് വന്നപ്പോൾ ഈ പടമുള്ള ബൈബിള്, അതിൻ്റെ കഥകളൊക്കെ വളരെ നിസ്സാരമായ ലൈറ്റായ ഭാഷയിൽ ചെറിയ ലാംഗ്വേജിൽ, സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിക്കൊണ്ട് അവൾക്ക് വായിക്കാൻ വലിയ താല്പര്യമായി. അങ്ങനെ വായിക്കാൻ തുടങ്ങി. അവൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. ഒരു നാൾ ഞാൻ നോക്കുമ്പോൾ രാത്രി 10 മണി വരെ ഇരുന്ന് വായിക്കുകയാണ്. മറ്റന്നാൾ ഞാൻ കാണുമ്പോൾ രാവിലെ 4 മണിക്ക് ഇട്ടിരുന്ന് ബൈബിൾ വായിക്കുന്നു. അങ്ങനെ വായിച്ച് അവളുടെ താല്പര്യം കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായി, ദൈവമേ, ഞാനൊക്കെ 36ാമത്തെ വയസ്സിലാണ് ബൈബിൾ കാണുന്നത്. ഈ കൊച്ചു കുട്ടികൾ മറ്റ് താല്പര്യമില്ലാത്ത ചെറുപ്രായത്തിൽ തന്നെ അവരെല്ലാം ബൈബിൾ വായിച്ച് പഠിച്ചാൽ അവരുടെ ഉള്ളിൽ യേശു ആരെന്ന് ഉള്ള ബോധ്യം വരുമല്ലോ, വിശ്വാസം വരുമല്ലോ, വിശുദ്ധരെ പറ്റിയുള്ള ബോധ്യം കിട്ടുമല്ലോ എന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. പക്ഷേ നമ്മുടെ വിശ്വാസം കാത്തു പരിപാലിക്കാൻ ഈശോയെ ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കേണ്ട ബോധ്യമാണ് ഞാൻ ഈ കാർമൽ കൂട്ടായ്മ ഒരു ദിവസം ബൈബിൾ കാണിച്ച് ഇതിൻ്റെ പടങ്ങളെല്ലാം കാണിച്ച് ഞാൻ പ്രസംഗിച്ചു. അത് കേട്ട ഈ കൂട്ടായ്മപ്പെട്ട 100ഓളം പേര് 250 രൂപ വിലയുള്ള ഈ ബൈബിള്, പ്രിയപ്പെട്ടവരെ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളാണിത്. ഈ ബൈബിൾ സൊസൈറ്റിയുടെ വണ്ടർഫുൾ, ഇതിൻ്റെ പേര് തന്നെ വണ്ടർഫുൾ സ്റ്റോറീസ് ഫ്രം ദി ബൈബിൾ ഫോർ ചിൽഡ്രൻ എന്നാണ് ഇതിൻ്റെ പേര്. 250 രൂപ മാത്രം MRP ഉള്ള ഈ ബൈബിള് ഞാൻ 100ഓളം ബൈബിള് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുവച്ചു. ഒരുപാട് പേര് വായിച്ചു. അവർ വായിക്കുന്ന കൊച്ചുമക്കളെല്ലാം വീണ്ടും വായിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ മക്കൾക്ക് എന്തെല്ലാം കൊടുത്താലും, മക്കൾക്ക് വേണ്ട സമ്പത്ത് നേടി, അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് എല്ലാം പഠിപ്പിച്ചാലും ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസം കൊടുത്തില്ലെങ്കിൽ അവസാനം നമ്മൾ നിരാശപ്പെടേണ്ടി വരും. ഒരുപാട് പേരുടെ കഥനങ്ങൾ നമുക്കറിയാം. നമ്മുടെ അയൽവക്കങ്ങളിലും വിശ്വാസം വിട്ടു പോകുന്നു, മതം മാറി കല്യാണം കഴിക്കുന്നു, അപ്പനെയമ്മയെ ബഹുമാനിക്കുന്നില്ല, ദേവാലയത്തിൽ പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ വേണ്ടത്ര വിശ്വാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാത്തല്ലേ. എൻ്റെയും ജീവിതത്തിൽ ഈ 36 വയസ്സിൽ യേശുവിനെ അറിയാത്തതല്ലേ, സ്വർഗത്തിൻ്റെ പ്രത്യാശ കിട്ടാത്തതല്ലേ ഞാനൊരു മദ്യവ്യവസായി മാറാനുള്ള കാരണം. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഹല്ലേലൂയ. എൻ്റെ പേര് മോളി ലിയോ. കണ്ടത്തിക്കുടിയിൽ നിന്നാണ് വീട്ടുപേര്. ഔസേപ്പച്ചൻ ബ്രദർ ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും തൊട്ടടുത്ത അയൽവാസിയാണ്. ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ ഭാര്യ സാൽ ചേച്ചിയും ഞങ്ങളൊക്കെ വളരെ കൂട്ടുകാരാണ്. ഒരുമിച്ചാണ് എന്നും പള്ളിയിലൊക്കെ പോകുന്നത്. ഞങ്ങൾ കാർമൽ കൂട്ടായ്മയിലെ അംഗമാണ്. ബ്രദറിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് എപ്പോഴും ഒത്തിരി പ്രചോദനം തരാറുണ്ട്. പ്രത്യേകിച്ച് നിത്യജീവനെക്കുറിച്ച്, ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച്, സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ ബ്രദർ ക്ലാസ് എടുക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനമേകാറുണ്ട്. എനിക്ക് 4 മക്കളുണ്ട്. അവരൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. എന്ത് ചോദിച്ചാലും പ്രാർത്ഥിക്കാമെന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മറ്റൊരു മേഖലയാണ് അടുത്ത കാലത്തായിട്ട് യേശു ഏക രക്ഷകൻ എന്നൊരു മാഗസിൻ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നു. കോട്ടയത്തുള്ള കാണക്കാരി എന്ന സ്ഥലത്തുനിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ മാസികയോട് ചേർന്ന് ഞാനും പ്രവർത്തിക്കുന്നു, ലേഖനങ്ങൾ എഴുതുന്നു. എനിക്ക് ആ മാസികയെപ്പറ്റി വലിയ ബഹുമാനമാണ്. കാരണം യേശു ഏക രക്ഷകൻ. പ്രിയപ്പെട്ടവർ, ഇന്ന് ലോകത്ത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്.
എല്ലാ വിശ്വാസങ്ങളിലും പെട്ടവരും ദൈവവിശ്വാസികളാണ്. അവരെല്ലാം സ്വർഗത്തിൻ്റെ പ്രത്യാശയുള്ളവരാണ്. സ്വർഗത്തിൽ പോകാൻ അവരവരുടെ വിശ്വാസപ്രകാരം ഓരോ മനുഷ്യരും അവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് കഷ്ടപ്പെടുമ്പോൾ ഇതാ നമ്മുടെ ഈ വിശ്വാസത്തിൽ ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുന്നു. ഇന്ന് വരെ ലോകത്ത് മറ്റൊരു വ്യക്തിയോ മറ്റൊരു മതസ്ഥാപകനോ മറ്റൊരു ദൈവങ്ങളോ ലോകത്ത് ഇന്ന് വരെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമില്ല, പരിഹാരം ചെയ്തിട്ടുമില്ല. യേശു മാത്രമാണ് ആ പാപപരിഹാര ബലിയായ ഏക ദൈവം, യേശു ക്രിസ്തു മാത്രം. ആ ഒരു ബോധ്യം മനുഷ്യ ഹൃദയങ്ങളിൽ ജനിക്കുവാൻ, ഉദിക്കുവാൻ, വളരുവാൻ വേണ്ടി ഈ ഏകരക്ഷമാസിയോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഞാനും തയ്യാറാവുകയാണ്. എൻ്റെ പേര് ജോസ്, വീട്ടുപേര് തടത്തിൽ, തൊടുപുഴയാണ് താമസം. ഞങ്ങൾ പുതിയാത്തച്ഛൻ മരിച്ചുപോയി. പുതിയാത്തച്ഛൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്നുള്ള ആ ബോധ്യത്തിലേക്ക് വന്നു. സഭയിലുള്ള പലർക്കും ഇന്നും യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്നുള്ള ആ ഒരു ബോധ്യം ഇല്ല. ആ ഒരു ബോധ്യത്തിലേക്ക് വന്ന ഞങ്ങൾ ഏകരക്ഷകൻ എന്നും പറഞ്ഞൊരു മാഗസിൻ തുടങ്ങി. 6 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അത് നല്ല രീതിയിൽ പോകുന്നു. 5 വർഷത്തിന് അപ്പുറം ഔസേപ്പച്ചൻ ബ്രദർ ഏകരക്ഷക മാസികയുടെ പ്രവർത്തനമായിട്ട് സഹകരിക്കുകയും ഇതിനകത്ത് മിക്ക മാസങ്ങളിലും ലേഖനങ്ങൾ എഴുതി തയ്യാറാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അത് ഔസേപ്പച്ചൻ ബ്രദറിനും ഏതാണ്ട് ഈ ഒരു തീമിലേക്ക് ഔസേപ്പച്ചൻ ബ്രദറും കടന്നു വന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുമായിട്ട് വളരെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഔസേപ്പച്ചൻ ബ്രദർ വളരെ പ്രാർത്ഥനാ സഹായവും അതുപോലെ സാമ്പത്തിക സഹായവും വിതരണത്തിന് വേണ്ട വർദ്ധിപ്പിക്കാൻ വേണ്ട സഹായവും എല്ലാ ഔസേപ്പച്ചൻ ബ്രദറിലൂടെ വളരെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇതിന് വേണ്ട സഹായങ്ങൾ ആത്മീയ ഉപദേശം വെള്ളാനിക്കലച്ഛനുണ്ട്, ജോസ് വടക്കേടൻ എന്ന് പറയുന്ന അച്ഛനുണ്ട്, അതുപോലെ പാറയ്ക്കലച്ഛനുണ്ട്. പിന്നെ ഇപ്പം മനോജ് മാത്യൂസ് എന്ന് പറയുന്ന ആൾ ചീഫ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ സബ് എഡിറ്ററായിട്ട് ചെയ്യുന്നു. പിന്നെ ഔസേപ്പച്ചൻ ബ്രദർ ആണെങ്കിലും ഇതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുണ്ട്. അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ വേറെ കുറേ അച്ഛന്മാരുമുണ്ട്. അവരുടെ എല്ലാ സഹായത്തോടു കൂടി വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോൾ ഏകരക്ഷക മാസിക പോകുന്നു. സർക്കുലേഷനും കൂടി വരുന്നുണ്ട്. ആൾക്കാർ കൂടുതൽ യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്നുള്ള ആ ബോധ്യത്തിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിനോട് ബോധ്യം കൊടുക്കുന്ന വിധത്തിലുള്ള ലേഖനങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ സഹകരണവും മറ്റ് വായനക്കാരുടെയും എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഇത് മുമ്പോട്ട് പോകാൻ ഈശോയിൽ ഏറെ കിട്ടുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മീയ ജീവിതത്തിലെ വലിയൊരു വ്യതിയാനം വന്ന ദിവസങ്ങളായിരുന്നു 1995 വർഷങ്ങൾ. ആ 95-ൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, എന്നെ ആത്മീയതയിലേക്ക് കൈപിടിച്ച് നടത്തിയ അമ്മച്ചി, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മച്ചി എന്നിൽ വിട്ട് മരിച്ചു പോവുകയാണ്. അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 3 മക്കൾക്ക് ഒരു എഴുത്തെഴുതി. ആ എഴുത്തിൻ്റെ കോപ്പിയാണിത്. പ്രിയപ്പെട്ടവരെ, ആ എഴുത്തിൽ അമ്മച്ചി പറഞ്ഞ കാര്യം ഞാൻ വളരെ ശ്രദ്ധേയമാണ്. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കണം, സ്വർഗം നേടിയെടുക്കണം, സ്വർഗത്തെ നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടണം, അല്ലെങ്കിൽ ഈ ലോകത്ത് കഷ്ടപ്പെട്ടതെല്ലാം വൃഥയായി പോകും. പ്രിയപ്പെട്ടവരെ, അന്ന് മുതലാണ് ഞാൻ യഥാർത്ഥത്തിൽ വിശുദ്ധിക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അമ്മച്ചി വീണ്ടും പറയുകയാണ്, യാത്രാവേളയിലൊക്കെ കുമ്പസാരി ചുരുങ്ങിയേ പോകാൻ പറ്റുള്ളൂ. ഒരു അപകടത്തിൽപ്പെട്ട് നമ്മൾ മരിച്ചാൽ യേശുവേ എന്ന് വിളിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വളരെ വിശുദ്ധിയോടെ എപ്പോഴും ജീവിക്കണം. ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കണം, എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ജപമാല ഭക്തിയിൽ വളരണം. മക്കളെയൊക്കെ ഇത് പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇങ്ങനെ എഴുത്ത് അമ്മച്ചിയുടെ ആ എഴുത്തിൻ്റെ പ്രചോദനത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഒരു പെങ്ങൾക്ക് എഴുത്തിൻ്റെ മകളെ റോസമ്മേ, ഞാൻ കാഞ്ഞിരപ്പള്ളി കെട്ടിച്ചിരിക്കുന്ന റോസമ്മ, ആ റോസമ്മയ്ക്ക് എഴുതിയിരിക്കുകയാണ്, മകളെ റോസമ്മേ, ഒരു പ്രത്യേക കാര്യം എഴുതാനും കൂടിയാണ് ഞാൻ ഈ കത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ 12 മക്കളുടെയും കാര്യം ദൈവം നല്ല നിലയിൽ നോക്കി. കല്യാണം കഴിച്ചു വിടാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പെമ്പിളെ കാര്യം ഓർക്കുമ്പോൾ മോളെ എനിക്ക് സങ്കടം തോന്നും. മോളെ, നീ എല്ലാ മാസവും ഓരോ താലിമാലയും 2 കമ്മലും പെടുത്ത് തരണം. ചാച്ചൻ്റെ പെൻഷൻ എടുത്ത് ഓരോ ഷർട്ടും സാരിയും വാങ്ങി തരണം. ഞാനിതെല്ലാം പാവപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിക്കാൻ കൊടുക്കും. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ സ്വർണ്ണമല്ല നീ തന്നെ ഊരെടുത്തോളും മോളെ. പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷയെപ്പറ്റി സ്വർഗത്തെക്കുറിച്ച് ബോധ്യം കിട്ടുമ്പോഴാണ് ഒരമ്മച്ചിയിൽ നമ്മളിൽ ഇതുപോലുള്ള ചിന്ത ഉണ്ടാകുക. ഇന്ന് നമ്മളെക്കൊണ്ട് നമ്മൾ വിശ്വാസികളാണ് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് സാധുക്കളെ സഹായിക്കാൻ പറ്റുന്നില്ല, സഭയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വൈദ്യരെ ബഹുമാനിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം സ്വർഗരാജ്യത്തിൻ്റെ ചിന്താഗതി ഇല്ലാത്തതാണ്. നമ്മളെ സമ്പാദിച്ച് കൂട്ടി
നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് മരിച്ചു തീരേണ്ടവരല്ല. നമ്മുടെ യഥാർത്ഥ ജീവിതം സ്വർഗ്ഗത്തിലാണ്. ആ ഒരു പ്രത്യാശ വന്ന അമ്മച്ചിയാണ് ഈ എഴുത്തെഴുതിയത്. ഈ എഴുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഈ 12 മക്കൾക്ക് വലിയൊരു പ്രചോദനമായി മാറി. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മച്ചിയുടെ എഴുത്ത്, അമ്മച്ചി ഒരു മാസത്തിനകത്ത് മരിച്ചു പോയെങ്കിലും ഞങ്ങൾക്ക് ദൈവം തന്ന സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കണം, പാവപ്പെട്ട പെമ്പിള്ളേരെ കെട്ടിക്കണം, ഒരു വലിയ ബോധത്തിലേക്ക് കടന്നു വരാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു. ഞങ്ങളുടെ വീടുകളിൽ ഏതെങ്കിലും കുട്ടിയുടെ കല്യാണം നടക്കുന്ന സമയം 4, 5, 10 പെമ്പിള്ളേരെ കെട്ടിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു. ഞങ്ങൾ ആരെങ്കിലും വീട് വെക്കുമ്പോൾ വീട്ടിലകത്ത് 2-3 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാകുന്നു. അതുപോലെ സാധുക്കളായ ആൾക്കാർ വീടുണ്ടെങ്കിൽ പോലും അവരെ സംരക്ഷിക്കാനോ നോക്കുവാനോ ആരും ഇല്ലെങ്കിൽ പോലും അവരുടെ വീട്ടിൽ ചെന്ന് അവരെ കാണുവാനും അവർക്കുള്ള മരുന്ന്, അരി, ശുശ്രൂഷ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാകുന്നു. ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ്, നമ്മളൊക്കെ സമ്പത്ത് നമുക്ക് ദൈവം ധാരാളം നൽകിയിട്ടുണ്ട്. ഈ നമ്മുടെ ഇടവകയുള്ള പാവപ്പെട്ട ഒരു കുടുംബത്തെങ്കിലും നമ്മൾ ദത്തെടുത്തിരുന്നെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് വീട് കാണാം, മറ്റു പലതും കാണാം, എങ്കിലും ജീവിക്കാൻ വേണ്ട സമ്പത്ത് കാണില്ല. അല്പം ഒരു മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാകാം, അവർക്ക് ആത്മീയ ചിന്താഗതി ഉണ്ടാവില്ല. അവർക്കൊക്കെ ശകലം TV മേടിച്ചു കൊടുക്കുക, അവർക്കൊക്കെ മൊബൈൽ ഫോണോ സൗകര്യം കൊടുക്കുക, അവരുടെ ഇടയ്ക്ക് പോയി നമ്മൾ കാണുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേണ്ട കൂതാശ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യം കൊടുക്കുക, മരുന്ന് മേടിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക. ഇങ്ങനെ ഓരോ വ്യക്തിയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗ്ഗത്തിന് വേണ്ടി നേടുന്ന വലിയൊരു സമ്പാദ്യമാണ്. ഈ അന്തിമ വിധിയിൽ മരണാനന്തര ജീവിതം ഉണ്ടെങ്കിൽ അതിന് വിധിയുണ്ട്. ആർക്കും കയറി പോകുന്ന സ്ഥലമല്ല സ്വർഗം. ജീവിത വിശുദ്ധി സ്വീകരിച്ചാൽ മാത്രം പോരാ, പാപം ചേർന്നാൽ മാത്രം പോരാ, പുണ്യം ചെയ്യണം എന്ന് എൻ്റെ അമ്മച്ചി പഠിപ്പിച്ചു. ഈശോയുടെ ആ തത്വം നമുക്ക് ഓർക്കാം. ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നൽകിയത്. ഈ ചെറിയവരിൽ ഒരുവൻ, നമ്മുടെ അയൽവക്കങ്ങളുള്ള പാവപ്പെട്ടവനിൽ യേശുവിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ വേദന, അവൻ്റെ രോഗം, അവൻ്റെ പെണ്ണെ കെട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥ നമുക്ക് അങ്ങോട്ട് ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ വേദനയെ നമുക്ക് അനുകമ്പ തോന്നുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നിരർത്ഥകമാണ്. ബൈബിൾ പറയുക, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിനകത്ത് തന്നെ നിരർത്ഥകമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാവുന്നത് വലിയ ശുശ്രൂഷയാണ്. നമ്മുടെ അറിവിൽ, നമ്മുടെ കപ്പാസിറ്റിയിൽ പെടുന്ന ഏതെങ്കിലും ഭവനത്തെ നമ്മൾ ദത്തെടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ശുശ്രൂഷിക്കുക, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ അവരെ സഹായിക്കുക, മരുന്നും മറ്റ് ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കുക. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നവരെ എനിക്കറിയാം. ഇപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട പെമ്പിള്ളേരെ കെട്ടിക്കാൻ നിധി ഉണ്ടാക്കണം. പാവപ്പെട്ട പെമ്പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ കുടുംബക്കാരിലാണ് കൂടി ഒരു വിവാഹ സഹായ നിധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപാട് ഓൾ കേരള വിധത്തിൽ അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ബെന്നി സാർ, ശാലോമിൻ്റെ ചെയർമാൻ ബെന്നി സാറായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞു, ഔസേപ്പച്ചൻ ബ്രദറെ തുടങ്ങിക്കോ, ഔസേപ്പച്ചൻ ബ്രദർ തന്നെ തുടങ്ങിക്കോ, ഞാൻ എൻ്റെ ഇവിടെ എല്ലാ സഹായവും സഹകരണം ചെയ്തു തരാം. പ്രിയപ്പെട്ട നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ഭൂമിയിൽ സമ്പത്ത് നമുക്ക് അത് ദൈവം നമ്മുടെ കയ്യിൽ പിടിക്കാൻ ഏൽപ്പിച്ചെങ്കിൽ അതില്ലാത്തവരുമായി പങ്കുവെക്കുന്നവനാണ് വിശ്വാസി, അവനാണ് ക്രിസ്ത്യാനി, അവനാണ് സ്വർഗ്ഗത്തിന് അവകാശി. അല്ലാത്തൊരു ചിന്താഗതി, അല്ലാത്തൊരു ആത്മീയത, അത് യാഥാർത്ഥ്യമല്ല, അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം.